നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ആദ്യം കാണിച്ചത് കിളി എൻ്റെ തോളത്തിരിക്കുമ്പം ഞാൻ അതിന് വേറെ ഒരു കിളികളുടെ സൗണ്ടൊക്കെ ഇടണം. അത് ഒറ്റയ്ക്കാണല്ലോ, അപ്പം വേറെ കിളികളുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഇത് പ്രതികരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത് വെച്ചതാണ്. കിട്ടിയിട്ട് ഇത്രയും ദിവസമായിട്ടും അത് ഒരു ചെറിയ സൗണ്ട് പോലെ ഒന്നും പുറത്ത് കാണിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറയും, ഇത് ബദിരയും മുഖയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഈ സൗണ്ട് ഇട്ട് കൊടുത്തപ്പോൾ 2 പ്രാവശ്യം ഒന്ന് ഒച്ച വെച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതെപ്പോഴും ഇങ്ങനെ വന്ന് എൻ്റെ തോളത്തിങ്ങനെ ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. കൂടൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ കൂടാണ് ഇത്. കുഞ്ഞിയാണെങ്കിൽ അതിന് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെളിയിലോട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ അതിനെ കൂടെ കൊണ്ടുവന്ന് എൻ്റെ കൂട്ടത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇതിനെ കൂടെ കൊണ്ടുവന്ന് വെക്കും. കാരണം പേടിയാണ്, കുഞ്ഞേ ഉള്ളത് കാരണം പേടിയാണ് കേട്ടോ. അതിനും കുഞ്ഞെ കാണുമ്പോൾ ഇച്ചിരി പേടിയുണ്ട്. എന്നാലും ഇപ്പം വലിയ പ്രശ്നമില്ല. അതിന് സ്വയം അറിയാമെന്ന് തോന്നുന്നു. ആ കൂടിൻ്റെ അകത്തിരിക്കുമ്പോൾ അത് സേഫ് ആണെന്നുള്ള കാര്യം. പിന്നെ ഞാനുണ്ടെങ്കിലും അത് ഓക്കെ ആണ്. അപ്പം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി ഓരോ ഇതൊക്കെ ചെയ്യുകയാണ്. കുറച്ചൊക്കെ ഇത് നമ്മുടെ കുറേ ആയിട്ട് ഞാൻ ആ റോസയുടെ എല്ലാം എടുത്ത് മാറ്റി, ചെടിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ പോട്ടിംഗ് മിക്സ് മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നടക്കുന്നില്ലായിരുന്നു. ബാക്കി ഓരോന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് പിന്നത്തേക്ക് മാറ്റി വെക്കുമായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതെല്ലാം എടുത്ത് എത്ര റോസുണ്ട് അത്രയും റോസിന് ഞാൻ വേരോടെ പിഴുതിഞ്ഞെടുത്ത് കേട്ടോ. ഇതിനകത്ത് മാത്രം പൂവും മുട്ടും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളതിനകത്തൊന്നും പൂവും മുട്ടും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരെണ്ണത്തിലും നന്നായിട്ട് ഇലയുണ്ട്, പക്ഷേ അതിനകത്ത് പൂവൊന്നുമില്ല, മുട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇളക്കി എടുത്തു കഴിഞ്ഞപ്പോഴാണ്, ഇത് നമ്മൾ മേടിക്കുമ്പം നല്ല ചുമന്ന കട്ടി മണ്ണിലാണല്ലോ ഇവർ തരുന്നത്. അത് കാരണമാണെന്ന് തോന്നി. ഇതിൻ്റെ നമ്മൾ അടിവശം മാത്രമല്ല ചെറുതായിട്ടൊന്ന് ഇളക്കി വിടാറുള്ളൂ. അതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിൻ്റെ ഒന്നും ആകെ 2 എണ്ണത്തിലേ ഉള്ളൂ. ഒത്തിരി എങ്കിലും വേര് ഇച്ചിരി ഒന്ന് വെളുത്ത് പുതിയ വേര് ഇരിക്കുന്നത്. മറ്റേതെല്ലാം ആയിരിക്കുന്ന ആ ഒരു ബ്രൗൺ കളറിൽ ഉണങ്ങിയ വേരുകളാണ്. പിന്നെ അതുകൊണ്ടായിരിക്കും ഇത് രക്ഷപ്പെടാതെ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിനെ എല്ലാത്തിനും എടുത്ത് വെള്ളത്തിലിട്ടു. കുറച്ച് ദിവസം വെള്ളത്തിലിടും. ഞാൻ എല്ലാ ചെടികളും അങ്ങനെയാണ്. ആദ്യം അതിനെ ഇങ്ങനെ വേര് നല്ലതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കുറച്ച് ദിവസം എടുത്ത് വെള്ളത്തിലിടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ നല്ലതായിട്ട് റൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വരും. അപ്പോൾ ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഞാൻ മഴയത്ത് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ആ ഒരു പോട്ടിനകത്ത് വെള്ളം നിറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെള്ളം നിറച്ചെന്ന് പറഞ്ഞാൽ താഴെ ഇത് വേര് മുങ്ങി നിൽക്കാനുള്ള വെള്ളം മാത്രം എടുത്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പകലൊന്നും മഴയില്ലായിരുന്നു. അത് കാരണം ഇനിയിപ്പോൾ രാത്രിയിലത്തെ മഴയിൽ കുറച്ചുകൂടെ വെള്ളം നിറയുമായിരിക്കും. അപ്പം പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കമത്തിക്കളയണം. അങ്ങനെ പിന്നെ ഇതിനെ എല്ലാം ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുണ്ട്. അവളുടെ പുല്ല് ഇതിൻ്റെ ഇടയിലെല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. ഈ റോസിൻ്റെ ചട്ടിയിലെല്ലാം നിൽപ്പുണ്ട്. അതൊക്കെ പുള്ളിക്ക് വേണ്ടതാണ്. കാരണം രാവിലെ ഇങ്ങനെ റൗണ്ട് അടിക്കാൻ വരുമ്പോൾ ഇതെല്ലാം വന്ന് കഴിക്കുന്നതാണ്. അത് കാരണമാണ് ഞാൻ അതിനെ എടുത്ത് കളയുമോ എന്ന് വെച്ചങ്ങാണ്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അവിടെ.
ഇത് പിന്നെ അന്ന് ഒരു ദിവസം മേളിൽ നിന്ന് താഴെ വീണ് മണി പ്ലാന്റ് താഴെ വീണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് കുറച്ച് ചാണകമൊക്കെ ഇട്ടതിന് ശേഷം അതിനെ ഇവിടെ എടുത്ത് ഇവിടെ തന്നെ അങ്ങോട്ട് തൂക്കിയിട്ട് ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട് വെച്ച ഫേണാണ്. അതിനകത്ത് കരിഞ്ഞ ഇലയെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിനെ കൂടെ ഇവിടെ എടുത്ത് മേളിൽ തൂക്കിയിട്ടേക്കാമെന്ന് വെച്ചേ. ഇത് പിന്നെ ഇന്നലെ അമ്മ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറേ തുളസിയും പനിക്കൂർക്കയിലയും കൂടെ കൊണ്ടു തന്നേ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പനിക്കൂർക്ക, പക്ഷേ അതെല്ലാം അങ്ങോട്ട് ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഒട്ടുമേ ഇല്ല. അപ്പോൾ ഈ കിളിയൊക്കെ ഇങ്ങനെ വരുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് കൂടുതലും ഇത് രണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ കുറേ എനിക്ക് കൊണ്ടു തന്ന്. അപ്പം ഞാൻ തുളസിയെല്ലാം വൈകുന്നേരം ആയപ്പോൾ ഇന്നലെ അമ്പലത്തിൽ തന്നെ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഈ കിളിക്ക് ഒരു കൂട്ടിന് ആളിനെ കൂടെ ഒരു പെൺകിളിയെ കൂടി കൊണ്ടുവന്നു. മറ്റേത് ആൺകിളിയാണേ. അപ്പോൾ ഇത് ഒറ്റയ്ക്കാണെങ്കിൽ അതിന് ഡിപ്രഷൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കൂട്ടിന് ഒരാളെ കൂടെ ഇന്ന് അച്ചു മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതാണ് ഈ കാണുന്ന ആട് കേട്ടോ. രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ്. വലിയ കമ്പനി ആയിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്